വലഹമുൽ ലിദീദാനിൻ വഅളുമുൽ ലിതുർബതി. നല്ല കൊഴുകൊടുപ്പോടെ നല്ല കുശുകുശുപ്പോടെ നീ മിനുക്കിയ നിന്റെ ചൊരിയുണ്ടല്ലോ, നിന്റെ ശരീരത്തിന്റെ ഇറച്ചിയുണ്ടല്ലോ. ഒരു ചെറിയ പനി വന്നപ്പോഴേക്ക് ഒരാഴ്ച ഗുളിക കുടിച്ച് നീ അസുഖം മാറ്റിയില്ലേ? ഒരു ചെറിയ പെയിൻ വന്നപ്പോഴേക്ക് 2-3 ഡോക്ടർമാരെ മാറി കാണിച്ച് വേദനയൊന്ന് മാറിക്കിട്ടാൻ ഏത് മരുന്നും നീ സ്വീകരിച്ചില്ലേ? അങ്ങനെ നല്ല കപ്പാസിറ്റിയോടെ കൊണ്ട് നടക്കുന്ന നിന്റെ ഈ ശരീരം, അതിന്റെ ബോഡിയുടെ മാംസം അത് പുഴുക്കൾക്കുള്ളതാണ്. വലഹമുൽ ലിദീദാനിൻ, മാംസം പുഴുക്കൾക്കുള്ളതാണ്. പുഴുക്കൾ തിന്ന ശരീരം പലപ്പോഴും പോസ്റ്റ്മോർട്ടത്തിന് പുറത്തെടുത്തപ്പോ പല ഭാഗങ്ങളും കാണാതെയായി പോയില്ലേ? ഗൾഫിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു സഹോദരി, ഒരു വ്ളോഗറായ പെണ്ണിന്റെ ശരീരം 2 മാസത്തിന് ശേഷം പുറത്തെടുത്തപ്പോൾ ചില ഭാഗങ്ങളൊന്നും കാണാനില്ല. ആര് കൊണ്ടുപോയി? ആരെടുത്തുപോയി? വലഹമുൽ ലിദീദാനിൻ വഅളുമുൽ ലിതുർബതി. നീ കൊഴുപ്പോടെ കൊഴുപ്പിച്ച നിന്റെ ശരീരത്തിന്റെ മാംസമില്ലേ? പലർക്കു മുന്നിലും നീ സൗന്ദര്യത്തോടെ ആകർഷിപ്പിച്ച നിന്റെ മാംസപേശി. വലഹമുൽ ലിദീദാനിൻ വഅളുമുൽ ലിതുർബതി. നല്ല കൊഴുകൊടുപ്പോടെ നല്ല കുശുകുശുപ്പോടെ നീ മിനുക്കിയ നിന്റെ ചൊരിയുണ്ടല്ലോ, നിന്റെ ശരീരത്തിന്റെ ഇറച്ചിയുണ്ടല്ലോ. ഒരു ചെറിയ പനി വന്നപ്പോഴേക്ക് ഒരാഴ്ച ഗുളിക കുടിച്ച് നീ അസുഖം മാറ്റിയില്ലേ? ഒരു ചെറിയ പെയിൻ വന്നപ്പോഴേക്ക് 2-3 ഡോക്ടർമാരെ മാറി കാണിച്ച് വേദനയൊന്ന് മാറിക്കിട്ടാൻ ഏത് മരുന്നും നീ സ്വീകരിച്ചില്ലേ? അങ്ങനെ നല്ല കപ്പാസിറ്റിയോടെ കൊണ്ട് നടക്കുന്ന നിന്റെ ഈ ശരീരം, അതിന്റെ ബോഡിയുടെ മാംസം അത് പുഴുക്കൾക്കുള്ളതാണ്. വലഹമുൽ ലിദീദാനിൻ, മാംസം പുഴുക്കൾക്കുള്ളതാണ്. പുഴുക്കൾ തിന്ന ശരീരം പലപ്പോഴും പോസ്റ്റ്മോർട്ടത്തിന് പുറത്തെടുത്തപ്പോ പല ഭാഗങ്ങളും കാണാതെയായി പോയില്ലേ? ഗൾഫിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു സഹോദരി, ഒരു വ്ളോഗറായ പെണ്ണിന്റെ ശരീരം 2 മാസത്തിന് ശേഷം പുറത്തെടുത്തപ്പോൾ ചില ഭാഗങ്ങളൊന്നും കാണാനില്ല. ആര് കൊണ്ടുപോയി? ആരെടുത്തുപോയി? വലഹമുൽ ലിദീദാനിൻ വഅളുമുൽ ലിതുർബതി. നീ കൊഴുപ്പോടെ കൊഴുപ്പിച്ച നിന്റെ ശരീരത്തിന്റെ മാംസമില്ലേ? പലർക്കു മുന്നിലും നീ സൗന്ദര്യത്തോടെ ആകർഷിപ്പിച്ച നിന്റെ മാംസപേശി.